ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യൽ അടപ്രഥമൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടപ്രഥമനാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 600 ഗ്രാം ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കൂടെ 100 ഗ്രാം ചവ്വരിയും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ 400 ഗ്രാം അട 200 ഗ്രാമിൻ്റെ വീതം 2 പാക്കറ്റ് അതും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒടിച്ചൊടിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ശർക്കര പാനിയാക്കിയത് നമ്മൾ അരിച്ച് മാറ്റി വെച്ചു. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് 2 തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ശർക്കര പാനിയായതും ചവ്വരി വേവിച്ചതുകൂടെ മിക്സ് ചെയ്ത് വെച്ചു. പിന്നീട് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ എന്നുള്ള കണക്കിന് ഞാൻ സെപ്പറേറ്റ് തേങ്ങാപ്പാൽ 2 തേങ്ങ ചിരകിയതിൻ്റെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചരുവ അടപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മുടെ അടയിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റെങ്കിലും വേവണം. അട നല്ല എന്ത് പാകമായി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഊറ്റിയിട്ട് പച്ചവെള്ളത്തിലോട്ട് തട്ടിയിടണം. പച്ചവെള്ളത്തിലോട്ട് അട ഇടണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഒലച്ചെടുക്കണം. പച്ചവെള്ളം ഒഴിച്ചൊഴിച്ച് നല്ലതുപോലെ ഒലച്ചെടുത്തിട്ട് അന്നേരത്തേന് അതിൻ്റെ പശപ്പെല്ലാം മാറിക്കിട്ടണം. അതിനുശേഷം നമുക്ക് ഒരു ശർക്കര പാനിയാക്കിയതും ചവ്വരി വേവിച്ചതും കൂടി ഒരു ഉരുളിയിൽ ഒഴിച്ചിട്ട് നമുക്കത് അടപ്പത്ത് വയ്ക്കാം. ശർക്കര പാനി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അടയിലെ പശപ്പെല്ലാം മാറ്റിയതിന് ശേഷം ഈ അടയെല്ലാം കൂടെ, അതായത് പച്ചവെള്ളത്തിൽ കഴുകിയ അടയെല്ലാം കൂടെ നമുക്ക് വെന്തട നമുക്ക് അതിലോട്ട് തട്ടിയിടാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഇനി ഈ ശർക്കരയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് കുറുകണം ഈ അട. അതായത് ഇനി അട വേഗത്തില്ല, ശർക്കരയിൽ കിടന്ന് അട വേഗത്തില്ല. നമ്മൾ അതുകൊണ്ടാണ് വേവിച്ച് തന്നെ അടയിടണം. അതായത് പച്ചവെള്ളത്തിലോട്ടിട്ട് പശപ്പെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഈ ശർക്കരയിലോട്ട് അട ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അട വേവത്തില്ല. നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുറുകത്തേ ഉള്ളൂ. നല്ലതുപോലെ ഈ ശർക്കര പാനിയിൽ കിടന്ന് കുറുകും. ആ സമയത്ത് നമ്മൾ കുറുകി വരുന്ന സമയത്ത് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചാൽ 2-ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പിന്നീട് നമ്മൾ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കിടക്കുമ്പോഴത്തേന് അത് ആ തേങ്ങാപ്പാലിലും ശർക്കരയിലും കൂടെ കിടന്ന് ഈ അട നല്ലതുപോലെ ഒന്ന് കുറുകി വരും. പിന്നീട് നമ്മൾ 1 ലിറ്റർ പശുവും പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 1 ലിറ്റർ പശുവും പാലിലും 1-ാം പാൽ നമ്മൾ ഒഴിച്ചിട്ടില്ല. തേങ്ങാപ്പാലിലും കൂടെ കിടന്ന് അടയും ശർക്കരയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുറുകി വരണം. ഈ സമയത്ത് നമുക്ക് ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് അതിനകത്തോട്ട് കശുവണ്ടി പരിപ്പിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ട് നമുക്കത് നല്ലോണം ഉണക്കമുന്തിരി നല്ലോണം ഒന്ന് കഴുകിയിട്ട് അത് വെള്ളം തോത്തി കളഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടിട്ട്, അതായത് കശുവണ്ടി പരിപ്പ് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേ നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാവൂ. ആ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴത്തേന് നമ്മുടെ മുന്തിരിങ്ങ എല്ലാം നല്ല ബൾബ് പോലെ ആവും. അതാണ് അതിൻ്റെ മൂപ്പിൻ്റെ പാകം. എന്നിട്ട് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലിലും 1-ാം പാൽ നമ്മളിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞു. തേങ്ങാപ്പാലിലും പശുവും പാലിലും ശർക്കരയിലും എല്ലാം കൂടെ കിടന്ന് നമ്മുടെ അട നല്ലതുപോലെ നല്ലൊരിതായിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 3 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഏലക്കാപ്പൊടിയുടെ ഒരു മണവും എന്താ മണം, നല്ല മണമാണ് കേട്ടോ. നമുക്ക് അന്നേരേ വായിൽ വെള്ളം ഊറും. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടപ്രഥമൻ. പിന്നെ നമുക്ക് നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചിരുന്ന മൂപ്പിച്ച് വെച്ചിരുന്ന നമ്മുടെ കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ആ നെയ്യുടെ മണവും ഏലക്കയുടെ മണവും ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ല മണമാണ് കേട്ടോ. നല്ലൊരു മണമാണ്. അപ്പം ഞാനൊരു ഇച്ചിരി ഒഴിഞ്ഞ് അടുപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. തുമ്പൂസിനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടപ്രഥമൻ ഇഷ്ടമല്ലാത്തവരുണ്ടാവത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക്